പലരും പറയണ്ട അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ. എടുത്ത് ഇങ്ങനെ ചോദിച്ചിരുന്നു, പക്ഷെ എന്ത് ചെയ്യാ, പുള്ളി പറഞ്ഞു വേണ്ട, ഇപ്പോഴും പറയുന്നത് വേണ്ട, ചോദിക്കല്ലേ. അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് അപ്പം എൻ്റെ അടുത്ത് 1-2 പേര് പറഞ്ഞു ചെയ്യുന്നുണ്ട്, ബാക്കി എല്ലാവരും പറഞ്ഞു ചെയ്യുന്നില്ല എന്നൊക്കെ. പിന്നെ ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഇപ്പൊ എന്താ, എനിക്ക് കപ്പ് കിട്ടിയില്ലേ അല്ലേ. അപ്പോൾ ഏതായാലും ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞു. എന്നാലും PR ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ എല്ലാ ഇന്റർവ്യൂകളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് സത്യം. ഏതായാലും PR വർക്കിന്റെ മേന്മ കൊണ്ട് തന്നെയാണ് അനുമോൾ ബിഗ് ബോസ് കപ്പടിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കും യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് റണ്ണറപ്പായ നമ്മുടെ അനീഷ് ഏട്ടന് കിട്ടുന്ന സമ്മാനങ്ങളും അതുപോലെ തന്നെ സ്വീകരണങ്ങളും ആദരവുകളും ഒന്നും തന്നെ അത്രത്തോളം ഏതായാലും അനുമോൾക്ക് കിട്ടുന്നില്ല എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും അനുമോൾ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും. ഈ വീഡിയോ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത് അതാണ്, എന്തൊക്കെ ചെയ്തിട്ടായാലും വേണ്ടിയില്ല, എനിക്ക് കപ്പ് കിട്ടി, ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് എന്താ എന്നുള്ള രീതിയിലാണ് അനുമോൾ അവരുടെ ഫാൻസ് സംഘടിപ്പിച്ച ആ മീറ്റിങ്ങിൽ പറയുന്നത്. ഇത് തന്നെയാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്. എങ്ങനെയെങ്കിലും കപ്പ് വാങ്ങിയെടുത്തത് കൊണ്ട് മാത്രം മലയാളി പ്രേക്ഷകർ ഒരിക്കലും ആ ഒരാളെ ബിഗ് ബോസ് വിന്നറായിട്ട് കണക്കാക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് വെക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അർഹിക്കുന്ന ആൾക്കാരെ അംഗീകാരം തീർച്ചയായിട്ടും തേടിയെത്തുക തന്നെ ചെയ്യും. നിങ്ങൾ എത്രമാത്രം അതിനെ മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ചാലും ഒരു നാൾ അതെല്ലാം മറന്നേക്ക് പുറത്തു വരും എന്നതിനുള്ള ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് നമ്മുടെ അനീഷ് ഏട്ടന് ഇപ്പോൾ അവസാനമായിട്ട് കിട്ടിയ 10 ലക്ഷം രൂപയായാലും അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് കിട്ടാൻ പോകുന്ന സമ്മാനങ്ങളും നേട്ടങ്ങളും അംഗീകാരങ്ങളും എല്ലാം അദ്ദേഹത്തിന് കിട്ടുക തന്നെ ചെയ്യും. അത് ഏറ്റവും റോയ് സാർ തന്നെ പറഞ്ഞ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ, ജനങ്ങളുടെ മനസ്സിലെ വിജയെ ഞാൻ ആദരിക്കുന്നു, അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കുന്നു എന്ന നിലയിലാണ്. കാരണം ജനങ്ങളുടെ മനസ്സിൽ വിജയിച്ച് കഴിഞ്ഞത് അനീഷ് ഏട്ടനാണ്. പിന്നെ എങ്ങനെയാണ് ഒരു മെക്കാനിക്കൽ ഒരു യന്ത്രം പോലെ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു വിന്നറെ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അനു വളരെ സത്യസന്ധമായ രീതിയിൽ അവരുടെ ഫാൻസ് സംഘടിപ്പിച്ച മീറ്റിംഗിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ തീർച്ചയായിട്ടും ഈ PR കുറിച്ചും അവർ കൊടുത്ത പൈസയെക്കുറിച്ചും എല്ലാം ഒരു തീരുമാനമാവും. തീർച്ചയായും നമുക്കതൊന്ന് കാണാം. എല്ലാരും പറയുന്നുണ്ട് 16 ലക്ഷമൊക്കെ മുടക്കിയ PR അല്ല, എന്റെ ഒരു അഭിപ്രായത്തില് ഈ PR ചെയ്തു എന്ന് കരുതി കപ്പ് കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എന്തായാലും ചെയ്താൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് നമ്മൾക്ക് വോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഇതുവരെ ഉണ്ട്. സന്തോഷം. എനിക്ക് അബദ്ധം പറ്റിയതാണ്. പക്ഷെ നീ സ്റ്റാർ ആവില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഈ PR എന്ന സാധനം പുറത്ത് ഇങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യം. അതാണ് ഏറ്റവും അബദ്ധം കാണിച്ചത്. PR എന്ന് പറഞ്ഞ സാധനം പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യമാണെന്ന് എനിക്ക് അറിയില്ല. ചെന്നുകൊണ്ട് എനിക്ക് PR ഉണ്ട്, നിങ്ങൾക്കുണ്ടോ? അപ്പൊ ഇല്ല. അപ്പൊ കുറച്ച് പേരുണ്ട്, എനിക്കുണ്ട് ചെറുതായിട്ട്. അപ്പൊ ഈ PR അല്ലടോ, അങ്ങനെയല്ല, എനിക്ക് PR ഉണ്ട്, നിങ്ങൾക്ക് PR ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കും. ചില ആരും ഇല്ല, PR ഇല്ല. അപ്പൊ എനിക്കറിയില്ലല്ലോ ഈ PR പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് PR എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ മോൻ ചോദിച്ചു. പക്ഷെ ഞാൻ ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞു, അത് സത്യസന്ധമായിട്ട് നിന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം. അല്ലാതെ ഒരിക്കലും ഞാൻ 15 ലക്ഷം കൊടുത്തു എന്നും അത് പലരും പറയണ്ട അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ. എടുത്ത് ഇങ്ങനെ ചോദിച്ചിരുന്നു, പക്ഷെ എന്ത് ചെയ്യാ, പുള്ളി പറഞ്ഞു വേണ്ട, ഇപ്പോഴും പറയുന്നത് വേണ്ട, ചോദിക്കല്ലേ. അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് അപ്പം എൻ്റെ അടുത്ത് 1-2 പേര് പറഞ്ഞു ചെയ്യുന്നുണ്ട്, ബാക്കി എല്ലാവരും പറഞ്ഞു ചെയ്യുന്നില്ല എന്നൊക്കെ. പിന്നെ ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഇപ്പൊ എന്താ, എനിക്ക് കപ്പ് കിട്ടിയില്ലേ അല്ലേ. അപ്പോൾ അനുമോൾ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും PR സംവിധാനത്തെക്കുറിച്ച് പുറത്തു പോയി പറയാൻ പാടില്ല എന്ന് അനുമോൾക്ക് അറിയാത്തത് കൊണ്ടാണ് ബിഗ് ബോസിനകത്ത് പോയിട്ട് PR ചർച്ച പറഞ്ഞു പോയത് എന്നാണ് അനുമോൾ പറയുന്നത്. അത് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. നിഷ്പക്ഷമായിട്ട് നമ്മൾ അതിനെ വിലയിരുത്തുകയാണെങ്കിൽ അനുവിനോട് വായിൽ വീണു പോയ ഒരു സംഭവമാണ്. വിവരക്കേട് കൊണ്ടോ മറ്റോ എന്തോ അങ്ങനെ പറഞ്ഞു പോയതാണ് അത്. പക്ഷേ ആ ഒരു കാര്യം സത്യമാണ് എന്നും PR വിനു തന്നെ പറഞ്ഞു. 50 ദിവസം പോലും പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളായിരുന്നു അനു എന്നും തീർച്ചയായിട്ടും അതിനുശേഷം വളരെ മോശകരമായ രീതിയിൽ പുറത്തു പോവുകയും അതുപോലെ തന്നെ വലിച്ചു കീറുകയും സമൂഹ മാധ്യമങ്ങളിലിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ അനുവിന് ഉണ്ടാവുമായിരുന്നു എന്നും ആ ഒരു സമയത്ത് എൻ്റെ ഒരൊറ്റ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് അനു അതിൽ പിടിച്ചു നിന്നത് എന്നാണ് നമ്മുടെ അനുവിൻ്റെ PR ആയ നമ്മുടെ വിനു സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം നമ്മുടെ അനുമോൾക്കുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിലോ അനുമോൾ അവിടെ തന്ന കോണ്ടന്റിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നും തന്നെ അല്ല അനുമോൾ ബിഗ് ബോസിനകത്ത് നിന്നത്. ഞാൻ പുറത്തു നിന്ന പൈസ കൊടുത്ത് വോട്ട് വാങ്ങി മറിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും അനുമോൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചു എന്ന രീതിയിൽ തന്നെയാണ് VM വിനു തീർച്ചയായിട്ടും അതിന്
തന്ന ബൈറ്റിൽ പറഞ്ഞ കാര്യം. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു മീറ്റിങ്ങിലും അനുമോൾ പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ബിഗ് ബോസ് കഴിഞ്ഞ സ്ഥിതിക്ക് സമൂഹ മാധ്യമങ്ങളിൽ വന്ന ഇത്തരം ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ട് അനുമോൾ പറയുന്ന ഒരു വാക്ക് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കണം. കാരണം വോട്ട് ചെയ്തവർക്കുള്ള ഒരു മറുപടിയാണ്. ഇനിയിപ്പം എന്തായാലും എനിക്ക് എന്താ കിട്ടേണ്ടത് കിട്ടി, കപ്പ് എൻ്റെ മേശപ്പുറത്ത് എത്തിയിരിക്കുകയാണ്, ഇനി ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അത് എന്നെ ബാധിക്കില്ല എന്ന രീതിയിലാണ് അനുമോൾ സാധാരണ ജനങ്ങളെ നോക്കി ചിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ ഒരു കപ്പ് മേശപ്പുറത്ത് എത്തിയത് കൊണ്ട് മാത്രം ജനങ്ങളുടെ മനസ്സിലൊരു ബിഗ് ബോസ് വിന്നറായിട്ട് ഒരിക്കലും ഈ ഒരു കഥാപാത്രത്തിന് മാറാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം ജനങ്ങൾ അംഗീകരിക്കണം. അപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്കാണ് നിങ്ങൾക്ക് ഇനി ഇറങ്ങി പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്കൊരു സിനിമയിൽ അഭിനയിക്കലാണ്. അങ്ങനെ നിങ്ങളൊരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സ്വീകരിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. പക്ഷേ നിങ്ങൾ ഇത്തരം ഒരു ഉഡായ്പ പരിപാടിയിലൂടെ കപ്പ് നേടിയത് കൊണ്ട് മാത്രം ബിഗ് ബോസിൻ്റെ പുറത്ത് വന്നിട്ട് സിനിമയിൽ അഭിനയിച്ചാൽ ആ സിനിമ കേരളക്കരയിൽ ഹിറ്റാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൂഢസ്വർഗത്തിലാണ് എന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. മലയാളികൾ അത് തിരസ്കരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങൾ പൊട്ടിപ്പാളീസായി കഴിഞ്ഞാൽ പിന്നെ ഒരു സംവിധായകനും ഒരു നിർമ്മാതാവും അടുത്ത പടത്തിലേക്ക് നിങ്ങളെ കാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ആത്മഹത്യ ചെയ്യുന്നത് പോലെ ആയിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേടിയുണ്ട് എന്നൊക്കെയാണ് ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂവിൽ കേട്ടത്. കർമ്മയെക്കുറിച്ചും അതുപോലെ തന്നെ ആദിലയെക്കുറിച്ചും അനുമോൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൂടി കേൾക്കാം. ഈ വഴക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിരുന്നു സൈലൻസ്. ലാസ്റ്റ് നിമിഷത്തിൽ അത് എന്നെ കൊണ്ട് അങ്ങനെ പറയും തോന്നിപ്പിച്ചതാണ് കേട്ടോ. നല്ലൊരു കാരണം വെച്ചാല് എന്താ സംഭവം പറയുമ്പോ അങ്ങനെ പറയുമ്പോ ഇതെന്താ ഇവർക്ക് പറയുന്നേ, ഇതെന്തിനാ അവര് കാണിക്കുന്നത്, ഇതൊക്കെ എന്താ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ ഞാൻ പിന്നെ ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇത് ഞാനല്ല, എന്റെ പിള്ളേരെ എടുത്തിടാനും എനിക്ക് പറ്റില്ല. ആ സമയത്ത് നമ്മൾ ആ സമയത്ത് ആർഗ്യൂ ചെയ്യുന്നതിനനുസരിച്ച് അവര് പിന്നെയും ട്രിഗർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ ഒരു ടൈമിൽ ഞാൻ എന്നെ പറയുന്നതിലേക്ക് മുഖത്താ നോക്കുന്നേ. പെട്ടെന്ന് ഞാൻ ഷോക്കായത് അതിൽ വിളിച്ച് പറഞ്ഞത് കള്ളി നുണച്ചി, അങ്ങനെ അത് ഞാൻ ഷോക്കായി പോയി. അങ്ങനെ അത് പറഞ്ഞത്. പിന്നെ അക്ബർ കർമ്മ എന്ന് പറഞ്ഞ എന്തൊക്കെ പറഞ്ഞു. അവൻ ഞാൻ എപ്പോഴും കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളും കൂടി ആയതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടും, അത് ഉറപ്പാണ്. എപ്പോഴായാലും ഞാൻ അത് അനുഭവിക്കും. അപ്പോൾ അനുമോൾ പറയുന്ന അവസാനത്തെ ആ വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. കർമ്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തിരിച്ചടിക്കും, അടിച്ചിരിക്കും. ആ ഒരു കാര്യത്തിൽ നമ്മൾ അനുമോൾ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അനുമോൾ അത്തരം എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ അനുമോൾ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കർമ്മ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കട്ടെ, അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. പിന്നെ പട്ടായ ഗേൾസ്, നമ്മുടെ പാട്ടാ ഗേൾസിനെ കൂട്ടിയിട്ട് പട്ടായ പോകുന്ന കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ഇനി അങ്ങനെ ഒരു യാത്ര ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ആദിലയും നൂറയും സ്വപ്നം കണ്ട യാത്ര തീർച്ചയായിട്ടും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവസാന രീതിയിൽ കള്ളി എന്ന് വിളിച്ചുകൊണ്ടും മറ്റു രീതിയിലൊക്കെ അനുമോളെ ഒരുപാട് ക്രൂശിച്ച ആളാണ് നമ്മുടെ ആദില. ആ ഒരു കാര്യത്തിൽ ആദില കള്ളി എന്ന് വിളിച്ചത് ഒരുപാട് വിഷമമുണ്ടാക്കി എന്നാണ് നമ്മുടെ അനുമോൾ പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ അനുമോളെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് എനിക്ക് ചെറിയൊരു തോന്നലുണ്ട്. കാരണം അങ്ങനെ വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ ഏത് നിമിഷവും എന്തെങ്കിലും മാറ്റി പറയാനും അതുപോലെ തന്നെ തിരിച്ചു കുത്താനും എല്ലാമുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് അതിൽ. അതുകൊണ്ട് അത്തരമൊരു യാത്രക്കും അതുപോലെ തന്നെ അത്തരമൊരു കാര്യത്തിനും മുതിരാതിരിക്കുന്നതാണ് അനുമോൾക്ക് എന്തിനും നല്ലത് എന്ന് തന്നെയാണ് ഒരുപാട് ആൾക്കാർ, അനുവിനെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെ ആ വീഡിയോക്ക് താഴെ കമൻ്റ് ഇടുന്നത് എന്ന് സൂക്ഷിക്കണം. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. ഇനിയുള്ള ബിഗ് ബോസ് സീസണിലെങ്കിലും ഇത്തരം ആൾക്കാർ കപ്പെടുക്കുന്നത് പൊതുജനങ്ങൾക്ക് മാത്രമേ തടയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം അവർക്ക് ഈ PR വർക്ക് കൊണ്ടൊക്കെ നേടാൻ പറ്റുന്ന വോട്ടിനൊരു കണക്കുണ്ട്. പക്ഷെ അതിനേക്കാൾ മുകളിൽ പൊതുജനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമായിരുന്നു. പക്ഷേ അത്തരം ഒരു കാര്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ബിഗ് ബോസ് തീർന്നു പോയി എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിലെ വിജയിയായ നമ്മുടെ അനീഷ് ഏട്ടനെ ഇനിയും ഒരുപാട് നേട്ടങ്ങളും അംഗീകാരങ്ങളും തേടിയെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.